ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, തൊഴിൽ ഉത്കൃത വിദ്യാഭ്യാസത്തിന്റെ 2024-25 വർഷത്തെ പാദവാർഷികത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ, ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ബ്രാക്കറ്റിൽ നിന്നും ശരി ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് ശാരീരികവും മാനസികവുമായ സുസ്ഥിതിയിലിരിക്കുന്ന അവസ്ഥയാണ് വിശ്രമം, വിനോദം, വ്യായാമം, പുനഃപ്രാപ്തി. ഏതാണ്? വിശ്രമമാണ്. ഉത്തരം വിശ്രമം. 2, 2024 നടന്ന 2020 വേൾഡ് കപ്പ് വിജയിച്ച ടീം സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഇംഗ്ലണ്ട്. ആരായിരുന്നു? ഇന്ത്യയാണ്. ഉത്തരം ഇന്ത്യ. 3, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരോഗ്യകരമായ ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ജങ്ക് ഫുഡ് കഴിക്കുന്നത്, സ്ഥിരമായി സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത്, അമിതമായ ഭക്ഷണം കഴിക്കുന്നത്, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഏതാണ്? പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതാണ് നല്ല ആരോഗ്യശീലം എന്ന് പറയുന്നത്. ഇനി ചിത്രത്തിൽ കാണുന്ന യോഗാസനം ഏതെന്ന് തിരിച്ചറിയുക. താണ്ടാസനം, ശവാസനം, സുഖാസനം, ഭുജംഗാസനം. ഏതാണ്? ഭുജംഗാസനമാണിത്. ഓക്കെ. ഇനി ശരീരാവയവങ്ങൾ ശരിയായ രീതിയിൽ നിശ്ചലാവസ്ഥയിൽ വെക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. നിശ്ചല ശരീര സംസ്ഥിതി, യോഗ, വ്യായാമം, ഹമ്മിങ് ബി. ഏതാണ്? നിശ്ചല ശരീര സംസ്ഥിതി എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് പ്രവർത്തനം 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ശുചിത്വം പാലിക്കുന്നതിനായി ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പദസൂര്യം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശുചിത്വ ശീലങ്ങൾ ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, ദിവസവും കുളിക്കുന്നു എന്നുള്ളത്. പിന്നെ എന്തൊക്കെ എഴുതാം നമുക്ക്? രാവിലെയും രാത്രിയും പല്ലും വായും വൃത്തിയാക്കുക, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, കൃത്യമായി നഖങ്ങൾ മുറിക്കുക, ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക, ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ ഈ പദസൂര്യനിൽ എഴുതി കൊടുത്താൽ മതി. ഇനി 7ാമത്തേത് നന്നായി ഉറങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ച് ഒരു ചെറു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? മികച്ച ആരോഗ്യത്തിന്, ശരീര വളർച്ചയ്ക്ക്, തലച്ചോറിന്റെ മികച്ച പ്രവർത്തനത്തിന്, ചിന്താശേഷി വർദ്ധിപ്പിക്കാൻ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ. ഇതിനൊക്കെ നല്ല ഉറക്കം ഗുണം ചെയ്യും. ഇനി ചേരുംപടി ചേർക്കുക. കളികളിൽ ഏർപ്പെടുന്നു, അതുമായി ബന്ധപ്പെട്ടത് ഏതാണ്? സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ്. പല്ല് തേക്കുന്നു, ശുചിത്വം, വ്യക്തി ശുചിത്വം എന്നുള്ളതാണ്. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നു, നല്ല ആഹാരശീലം. നന്നായി ഉറങ്ങുന്നു, ഓർമ്മശക്തി വർദ്ധിക്കുന്നു. അപ്പൊ ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് താണ്ടാസനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഗുണങ്ങളാണ്? നല്ല ശരീര സംസ്ഥിതി കൈവരിക്കുന്നു, ശാരീരിക ഏകോപനം, സന്തുലനം തുടങ്ങിയവ കൈവരിക്കാൻ സഹായിക്കുന്നു, നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു, ഉദരപേശികളെയും നട്ടെല്ലിന്റെ ഇരുവശത്തെ പേശികളെയും ബലപ്പെടുത്തുന്നു, ദഹന ശ്വസന വ്യവസ്ഥകളെ ശക്തിപ്പെടുത്തുന്നു. ഒന്നുകൂടെ പറയാം. നല്ല ശരീര സംസ്ഥിതി കൈവരിക്കുന്നു, ശാരീരിക ഏകോപനം, സന്തുലനം തുടങ്ങിയവ കൈവരിക്കാൻ സഹായിക്കുന്നു, നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു, ഉദരപേശികളെയും നട്ടെല്ലിന്റെ ഇരുവശത്തെ പേശികളെയും ബലപ്പെടുത്തുന്നു, ദഹന ശ്വസന വ്യവസ്ഥകളെ ശക്തിപ്പെടുത്തുന്നു. ഇനി ഇതിലെ 10ാമത്തെ ചോദ്യം, കായിക പ്രവർത്തനങ്ങൾക്ക് ശേഷം പുനഃപ്രാപ്തി കൈവരിക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? കൂളിംഗ് ഡൗണ്, യോഗ, ഹമ്മിങ് ബി, പതുക്കെയുള്ള നടത്തം, ആയാസം കുറഞ്ഞ സ്ട്രെച്ചിങ്ങുകൾ, ഇവയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് 11, 12 ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 11ാമത്തെ ചോദ്യം, നല്ല ആഹാരശീലങ്ങൾ എന്തെല്ലാം കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? നല്ല പ്രഭാത ഭക്ഷണം ഒഴിവാക്കാതിരിക്കുക, ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക, ആഹാരം സാവധാനം ചവച്ചരച്ച് കഴിക്കുക, ഉറങ്ങുന്നതിന് 2 മുതൽ 3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുക, പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അടങ്ങിയ ലഘുഭക്ഷണങ്ങൾ ഇടവേളകളിൽ കഴിക്കുക. ഇതൊക്കെയാണ് നമുക്ക് നല്ല ആഹാരശീലങ്ങൾ എന്ന് പറയാവുന്നത്. ഇനി 12, കളികളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ വിവരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കളികളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും അല്ലേ? ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു, മാനസിക ഉല്ലാസം ലഭിക്കുന്നു, വളർച്ചയെയും വികാസത്തെയും ത്വരിതപ്പെടുത്തുന്നു, നല്ല ശരീര സംസ്ഥിതി ലഭിക്കുന്നു, സാമൂഹിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് നമ്മൾ കളികളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അല്ലെങ്കിൽ മനസ്സിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കലാവിദ്യാഭ്യാസത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്.
ഇതിലും 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം വായിക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് പ്രകൃതിദത്ത ശബ്ദത്തിന് ഉദാഹരണം തിരഞ്ഞെടുക്കുക. വെടിയൊച്ച, സൈറൺ, ഇടിമുഴക്കം, ഹോണ്. ഏതാണ്? ഇടിമുഴക്കമാണ്. ഇനി മൂൺ വാക്ക് എന്ന പ്രശസ്തമായ നൃത്ത ചുവടുകളിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച കലാകാരൻ ആര്? മൈക്കിൾ ജാക്സൺ, കേളു ചരൺ മഹാപാത്ര, KP കിട്ടപ്പിള്ള, പ്രഭുദേവ. ആരായിരുന്നു? മൈക്കിൾ ജാക്സൺ ആണ്. ഇനി 3, എഡ്മണ്ട് തോമസ് ക്ലിന്റ് എന്ന ചിത്രകാരൻ വരച്ച അവസാനത്തെ ചിത്രം ഏത്? വള്ളംകളി, തെയ്യം, തിരമാല, സൂര്യോദയം. ഏതായിരുന്നു? തിരമാല. 4, ആധുനിക മലയാള നാടകവേദിക്ക് വഴിതെളിച്ച നാടകക്കളരി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? G ശങ്കരപ്പിള്ള, വയലാർ രാമവർമ്മ, ONV കുറുപ്പ്, MT വാസുദേവൻ. ആരായിരുന്നു? G ശങ്കരപ്പിള്ളയാണ്. അഞ്ചാമത്തേത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ചലച്ചിത്രം ആദ്യമായി പ്രദർശിപ്പിച്ച വ്യക്തികളുടെ പേരെഴുതുക. റൈറ്റ് ബ്രദേഴ്സ്, ലൂമിയർ ബ്രദേഴ്സ്, ബോംബെ സിസ്റ്റേഴ്സ്, കൊളോണിയൽ കസിൻസ്. ആരായിരുന്നു? ലൂമിയർ ബ്രദേഴ്സ് ആണ്. ഓക്കെ. ഇനി 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 3 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 6ാമത്തെ ചോദ്യം, കോൽക്കളിയിൽ 2 വ്യത്യസ്ത അവതരണ രീതികൾ എഴുതുക. ഏതൊക്കെയായിരുന്നു? ഒന്ന് വന്ദനക്കളി, മറ്റൊന്ന് വട്ടക്കോലി, ഇരുന്നുകളി, തടുത്തുകളി. ഓക്കെ, ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഒന്നും കൂടെ പറയാം. വന്ദനക്കളി, വട്ടക്കോലി, ഇരുന്നുകളി, തുടുത്തുകളി. ഇനി 7, കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ വരികൾക്കിടയിൽ വിട്ടുപോയ 2 വായ്ത്താരികൾ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം കുട്ടനാടൻ പുഞ്ചയിലെ പിന്നെന്താണ്? തെയ് തെയ് തക തെയ് തെയ്തോം എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ കൊച്ചു പെണ്ണെ കുയിലാളെ, അത് കഴിഞ്ഞാൽ തിത്തിത്താത്തി തിത്തൈ തെയ് തെയ് എന്നുള്ളതാണ്. ഓക്കെ. ഇനി 8ാമത്തെ ചോദ്യം, എഡ്മണ്ട് തോമസ് ക്ലിന്റ് എന്ന ചിത്രകാരനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 1976 ജനിച്ചത്. 2500ഓളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പെൻസില്, ക്രയോണ്, വാട്ടർ കളർ എന്നിവയായിരുന്നു ഇഷ്ടമാധ്യമങ്ങൾ. അവസാനമായി വരച്ചത് 1983 തിരമാലയുടെ ചിത്രമായിരുന്നു. 7 വയസ്സുവരെ മാത്രമേ ജീവിച്ചിരുന്നിട്ടുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആ കുറിപ്പിൽ എഴുതേണ്ടത്. 9ാമത്തേത്, പക്ഷിയായി സങ്കല്പിച്ച് ആകാശത്ത് പറന്നപ്പോൾ നിങ്ങൾ താഴെ കണ്ട 2 ദൃശ്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും? പുഴ കണ്ടിട്ടുണ്ടാവും, കുന്നിൻ ചെരുവ്, കാട്, റോഡ്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ നിങ്ങൾ എഴുതേണ്ടത്. ഇനി 10, ഫ്ലിപ്പ് ബുക്ക് എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഫ്ലിപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ? ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് ക്രമമായി വേഗതയോടെ പേജ് മറിക്കുമ്പോൾ ചലനം ദൃശ്യമാകുന്ന ചിത്ര പരമ്പരയുള്ള പുസ്തകമാണ് ഫ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് ക്രമമായി വേഗതയോടെ പേജ് മറിക്കുമ്പോൾ ചലനം ദൃശ്യമാകുന്ന ചിത്ര പരമ്പരയുള്ള പുസ്തകമാണ് ഫ്ലിപ്പ് ബുക്ക്. ഇനി 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിനാണ് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 11ാമത്തേത്, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് നിശ്ചല ദൃശ്യമായി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ എന്തെല്ലാം? 5 കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഇവിടെ നമുക്കറിയാം, രക്ഷാപ്രവർത്തകർ, അവരുടെ വേഷം, രോഗി, സ്ട്രക്ചർ, മെഡിസിൻ, ഇവയൊക്കെ നമുക്ക് യഥാസ്ഥാനങ്ങളിൽ ചിത്രത്തിലുള്ളതുപോലെ ദൃശ്യവൽക്കരിക്കാൻ വേണ്ടി സാധിക്കും. ഒന്നും കൂടെ പറയാം. രക്ഷാപ്രവർത്തകർ, അവരുടെ വേഷം, രോഗി, സ്ട്രക്ചർ, മെഡിസിൻ എന്നിവയൊക്കെ നമുക്ക് ദൃശ്യവൽക്കരിക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നത് ഒരു ഫ്ലിപ്പ് ബുക്കിലെ 5 പേജുകളാണ്. ചിത്രങ്ങൾ ഇല്ലാത്ത 2 പേജുകൾ വരച്ചു ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തേത് എന്താണ്? ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് പറയുന്നത് ഫുള്ള് അതിൻ്റെ എല്ലാ പുഷ്പങ്ങളുടെ എല്ലാതും ഉള്ളതാണല്ലേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബാങ്കാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ളതിൽ 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആയെടുത്ത് നിങ്ങൾ 4 എണ്ണം ഉള്ളതാണ് വരച്ചു കൊടുക്കേണ്ടത്. അടുത്ത ബ്ലാങ്കിൽ നിങ്ങൾ 2 എണ്ണം ഉള്ളത് വരച്ചു കൊടുക്കുക. ഓക്കെ. ഇനി 13, കേരളത്തിലെ നാടൻ കലാരൂപങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. കലാരൂപങ്ങളുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എ എന്നുള്ളത് എന്താണ്? എ എന്നുള്ളത് കോൽക്കളിയാണ്. ബി എന്നുള്ളത് കുമ്മാട്ടിക്കളിയാണ്. സി എന്ന് പറയുന്നത് തിരുവാതിരക്കളിയാണ്. ഡി എന്ന് പറയുന്നത് മാർഗം കളിയാണ്. ഇ എന്ന് പറയുന്നത് കമ്പാര നൃത്തമാണ്. ഒന്നുകൂടെ പറയാം. എ കോൽക്കളി, ബി കുമ്മാട്ടിക്കളി, സി തിരുവാതിരക്കളി, ഡി മാർഗം കളി, ഇ കമ്പാര നൃത്തം. ഓക്കെ. ഇനി അടുത്തത് അനുയോജ്യമായവ ചേർത്ത് എഴുതാനുള്ളതാണ്. എ വായ്ത്താരി. വായ്ത്താരിയുമായി ബന്ധപ്പെട്ടത് വഞ്ചിപ്പാട്ടാണ്. അതുപോലെ തന്നെ കളകള ശബ്ദവുമായി ബന്ധപ്പെട്ടത് അരുവിയാണ്. മുടിയാട്ടവുമായി ബന്ധപ്പെട്ടത് വെള്ളാട്ടു ചാത്തനാണ്. അതുപോലെ തന്നെ അനുഷ്ഠാന കലാരൂപവുമായി ബന്ധപ്പെട്ടത് കുത്തിയോട്ടപ്പാട്ടാണ്. ഇമ്പമില്ലാത്ത ശബ്ദവുമായി ബന്ധപ്പെട്ടത് വെടിയൊച്ചയാണ്. ഓക്കെ.
ഇനി വ്യത്യസ്തങ്ങളായ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടം വരച്ച് നിറം നൽകി പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ നല്ല ഭംഗിയുള്ള ചിത്രങ്ങളാണ് ഇതിനായിട്ട് വരയ്ക്കേണ്ടത്. ഇനി അടുത്തത് തൊഴിൽ ഉത്കൃതിത വിദ്യാഭ്യാസത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഒന്നാമത്തേത്, ഇത്തിരി ഇടത്തിൽ നിന്ന് ഒത്തിരി വിളവ് ലഭിക്കാൻ ഉപയോഗിക്കുന്ന കൃഷി രീതി. ടിഷ്യൂ കൾച്ചർ, തട്ടുകൃഷി, ഗ്രോ ബാഗ് കൃഷി, പോളി ഹൗസ്. ഏതാണ്? ഗ്രോ ബാഗ് കൃഷിയാണ്. 2, ചേമ്പില, ഉലുവയില, പുതിനയില, മല്ലിയില. ചിത്രം ശ്രദ്ധിച്ചില്ലേ? പ്രാദേശികമായി നിങ്ങൾക്ക് ലഭ്യമായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ചേമ്പിലയാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, പോഷക സമ്പുഷ്ടമായ ഭക്ഷ്യവിഭവങ്ങളുടെ പട്ടിക ശ്രദ്ധിച്ച് വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കുക. അന്നജം അരിയാണ്, മാംസ്യം മുട്ട, കൊഴുപ്പ് എണ്ണ, നാരുകൾ ഏതാണ്? നാരുകൾ എന്നുള്ളിടത്ത് നമുക്ക് റാഗി എന്ന് എഴുതി കൊടുക്കാം. ഇനി 4, ഊർജ്ജസ്വലമായ വളർച്ച ഉറപ്പാക്കാൻ നടീൽ മിശ്രിത അഥവാ പോട്ടിംഗ് മിശ്രിതത്തിന് സാധിക്കുന്നു. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നടീൽ മിശ്രിതത്തിൽ ഘടകമല്ലാത്തത് ഏത്? കരിയില, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കരിക്കട്ട. ഏതാണ്? കരിക്കട്ടയാണ്. 5, ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായത് കണ്ടെത്തുക. വെണ്ട, പ്ലാവ്, പേര, ചാമ്പ. ഏതാണ്? വെണ്ടയാണ്. ഇനി 6 മുതൽ 9, 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 6ാമത്തെ ചോദ്യം, ഗ്രോ ബാഗിലെ കൃഷി നമ്മൾ പഠിച്ചില്ലേ? ഏതൊക്കെ സാമഗ്രികൾ ഉപയോഗിച്ച് നമുക്ക് ഗ്രോ ബാഗുകൾ തയ്യാറാക്കാം? എന്തൊക്കെ ഉപയോഗിക്കാം? നമുക്ക് ചണച്ചാക്ക്, തുണി, കവുങ്ങിൻ പോള, പ്ലാസ്റ്റിക് കവറുകൾ. ഇതൊക്കെ ഉപയോഗിക്കാം. ഒന്നുകൂടെ പറയാം. ചണച്ചാക്ക്, തുണി, കവുങ്ങിൻ പോള, പ്ലാസ്റ്റിക് കവറുകൾ. 7, ഉചിതമായത് തിരഞ്ഞെടുക്കുക. ഫുഡ് പ്ലേറ്റുമായി ബന്ധപ്പെട്ടത് പൂരിത കൊഴുപ്പ് എന്നുള്ളതാണ്. സമുദ്രനിരപ്പിന് താഴെ അതുമായിട്ട് ബന്ധപ്പെട്ടത് പൊയ്ക്കാൽ വീടുകളാണ്. ഇനി മുറിയുടെ ക്രമീകരണം എന്ന് പറയുന്നത് രൂപരേഖ തയ്യാറാക്കൽ എന്നുള്ളതാണ്. നടീൽ മിശ്രിതം ഗ്രോ ബാഗ് ആണ്. ഓക്കെ, ഇനി 8ാമത്തേത്, ചിത്രം ശ്രദ്ധിച്ചില്ലേ? ഗ്രോ ബാഗിൽ ഇത്തരത്തിൽ നടീൽ മിശ്രിതം നിറക്കുന്നതിന്റെ മേന്മകൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? അവിടെ വായു സഞ്ചാരം സുഗമമാക്കുന്നതിനും വേരോട്ടത്തിനും നീർവാഴ്ചക്കും സഹായിക്കുന്നു. ഓക്കെ, വായു സഞ്ചാരം സുഗമമാക്കാൻ വേരോട്ടത്തിന് നീർവാഴ്ചക്കും സഹായിക്കുന്നു. ഇനി അടുത്തത് 9ാമത്തേതാണ്. വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണ വിഭവങ്ങളുടെ സാമഗ്രികൾ ചുവടെയുള്ള പട്ടികയിൽ നൽകിയിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളിലെ പോഷക ഘടകങ്ങൾ എഴുതി പട്ടിക പൂർത്തിയാക്കുക. 1, ധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? അന്നജമാണ് അല്ലെ. പയറുവർഗ്ഗങ്ങള് മാംസ്യം അല്ലെങ്കിൽ അന്നജം. ഇനി പാലുമായി ബന്ധപ്പെട്ടത് മാംസ്യമാണ്. മുട്ട വിറ്റാമിനുകളാണ്, മിനറലുകളാണ്, മാംസ്യമാണ്. പച്ചക്കറികൾ എന്ന് പറയുന്നത് വിറ്റാമിനുകളാണ്, മിനറലുകളാണ്, നാരുകളാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളിത് പൂർത്തിയാക്കേണ്ടത്. ഇനി അടുത്തത് 10ാമത്തെ ചോദ്യം, ചിത്രം കണ്ടില്ലേ? ഇത്തരം വീടുകളിലും മനുഷ്യർ താമസിക്കുന്നുണ്ട്. ഈ രീതിയിൽ വീടുകൾ നിർമ്മിക്കുവാൻ കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, മഞ്ഞ് പ്രദേശത്താണ് ഇത്തരം വീടുകൾ ഉള്ളത് അല്ലെ. അപ്പൊ അവിടുത്തെ കാലാവസ്ഥ, ഭൂപ്രകൃതി, സാമഗ്രികളുടെ ലഭ്യത, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതൊക്കെ നിർമ്മിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. കാലാവസ്ഥ, ഭൂപ്രകൃതി, സാമഗ്രികളുടെ ലഭ്യത. ഇനി 11, 12 ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 11ാമത്തെ ചോദ്യം, വിവിധ കൃഷി രീതികളും കൃഷി സാമഗ്രികളും പാഠഭാഗത്ത് നിന്ന് നിങ്ങൾ പരിചയപ്പെട്ടു. നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്ന സാമഗ്രി ഉപയോഗിച്ച് ഗ്രോ ബാഗ് തയ്യാറാക്കുന്ന വിധം വിശദീകരിക്കുക. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ആ ഭാഗം ഒന്ന് നോക്കി എഴുതിയാൽ മതി. ഇനി 12, ടിനുവിന്റെ വീട്ടിലെ മുറികളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. അവയെ ക്രമീകരിച്ച് ടിനുവിന്റെ വീടിന്റെ രൂപരേഖ തയ്യാറാക്കിയാലോ? നിങ്ങളുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും പരിഗണിച്ച് മുറികൾ ചേർക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ രൂപരേഖ തയ്യാറാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അടുക്കള, കിടപ്പുമുറി, സ്വീകരണമുറി, ശുചിമുറി, ഇതൊക്കെ നിങ്ങൾ ആ ഒരു രൂപരേഖയിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. താങ്ക്സ് ഫോർ വാച്ചിങ്.